ഭാരത് ചൈന ബന്ധം ശക്തിപ്പെടുത്താൻ ധാരണ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസ് പുനഃസ്ഥാപിക്കും. നാഥുല പാസ് അടക്കം 3 അതിർത്തികൾ വഴിയുള്ള വ്യാപാരം വീണ്ടും ആരംഭിക്കും. ടൂറിസം, ബിസിനസ് വിസകൾ വീണ്ടും നൽകി തുടങ്ങും. അതിർത്തിയിലെ സേനാ പിന്മാറ്റത്തിനുള്ള ധാരണയും നടപ്പാക്കും. വിവരങ്ങളുമായി ശ്രീകാന്ത് വീണ്ടും ചേരുകയാണ്. ശ്രീകാന്ത്, കഴിഞ്ഞ ദിവസം ചൈനീസ് വിദേശകാര്യമന്ത്രി ഭാരതത്തിൽ ഉണ്ടായിരുന്നു, ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഡോക്ടർ എസ് ജയശങ്കർ തുടങ്ങിയ പ്രമുഖരെയെല്ലാം കണ്ടിരുന്നു. വിവിധ വിഷയങ്ങൾ ചർച്ചയായി. ഇപ്പോൾ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സംഘർഷത്തിൽ അടിച്ചു പിരിഞ്ഞതാണ് ചൈനയും ഇന്ത്യയും. പക്ഷേ ഇപ്പോൾ ഈ അമേരിക്കൻ തീരുവ യുദ്ധം അത് മുറുകിയതോടെ ഇപ്പോൾ വീണ്ടും റഷ്യ, ചൈന, ഇന്ത്യ എന്ന അച്ചുതണ്ട് രൂപപ്പെടുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കേണ്ടത്. ഇപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നതിന് പിന്നാലെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ധാരണകൾ ഇങ്ങനെയാണ്. അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസ് അത് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നാഥുല പാസ് അടക്കം 3 അതിർത്തികൾ വഴിയുള്ള വ്യാപാരം വീണ്ടും ആരംഭിക്കും. നിർത്തിവെച്ചിരുന്ന ടൂറിസ്റ്റ്, ബിസിനസ് വിസകൾ വീണ്ടും നൽകി തുടങ്ങും. അതിർത്തിയിലെ സേനാ പിന്മാറ്റത്തിനുള്ള ധാരണ നടപ്പാക്കും. അതിർത്തി വ്യക്തമായി നിർണ്ണയിക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകാനും തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ബ്രിക്സ് ഉച്ചകോടി 2026 ഇന്ത്യയിൽ നടത്താനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതായത് വ്യാപാര വാണിജ്യ മേഖലയിൽ ഇന്ത്യയും ചൈനയും അടുക്കുന്നു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മേഖലയിലെ 2 വമ്പൻ ശക്തികളാണ് ഇന്ത്യയും ചൈനയും. ഗാൽവൻ സംഘർഷത്തിന് ശേഷം വലിയ തോതിൽ നയതന്ത്ര ബന്ധങ്ങൾ ഉൾപ്പെടെ വിച്ഛേദിച്ചുകൊണ്ട് വലിയ സംഘർഷത്തിൽ ഏർപ്പെട്ട 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയാണ്. ഈ മാസം അവസാനം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാനിരിക്കെയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി കഴിഞ്ഞ ദിവസം ഭാരതത്തിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങിയത്. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.